നോക്കൂത്തിയിലെ എല്ലാ മാന്യദർശകർക്കും സ്വാഗതം. അപ്പോൾ ഡേ ഓൾഡ് കുഞ്ഞിനെ നമുക്ക് എങ്ങനെ വളർത്താം, അതിൻ്റെ മരുന്ന് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങൾ മാത്രമാണ്. പിന്നെ ഞാൻ എൻ്റെ ഇവിടുത്തെ കോഴിക്ക് ഞാൻ മരുന്നൊന്നും കൊടുക്കാറില്ല. പിന്നെ അത്യാവശ്യം ഈ കഫക്കെട്ട് വരുമ്പോഴൊക്കെയാണ് ഞാൻ പിന്നെ വീട്ടിലുള്ള മരുന്നുകളൊക്കെ തന്നെയാണ് കൊടുക്കാറുള്ളത്. ഞാൻ പറഞ്ഞു പോകാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഡേ ഓൾഡ് കുഞ്ഞിനെ വാങ്ങിയാലും നിങ്ങൾ ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയാലും നമ്മളൊരു ബ്രൂഡർ ഉണ്ടാക്കണം. അത് നിർബന്ധമാണ്. ഈ ബ്രൂഡറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രൂഡറിൽ ആദ്യം നമ്മൾ അടിയിൽ എന്തെങ്കിലും പേപ്പർ ഇടുമല്ലോ. പേപ്പർ മാത്രമാണ് ഇടുന്നത്, ഇങ്ങനെ തുണിയൊന്നും ഞാൻ അങ്ങനെ ഇടാറില്ല. അപ്പോൾ പേപ്പർ ഇടുമ്പം നിങ്ങൾ ഒന്ന് ചുളിച്ചിട്ടിടുക. അല്ലാന്നുണ്ടെങ്കിൽ കോഴിക്കുഞ്ഞിൻ്റെ കാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി പോകാൻ നല്ല ചാൻസാണ്. പണി കിട്ടിയിട്ടുണ്ട്, എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. ഒരു കോഴി വണ്ടിയായി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് 5-6 കൊല്ലത്തെ എൻ്റെ അനുഭവങ്ങളാണ് ഈ പറയുന്നത്. അപ്പം ജനിച്ച കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ശർക്കര വെള്ളം, ഗ്ലൂക്കോസ് വെള്ളം, ഇമാതിരി സാധനങ്ങളൊന്നും ഞാൻ ഇട്ട് കൊടുക്കാറില്ല. തിളപ്പിച്ച് ആറ്റിയ വെള്ളത്തിൽ ഒരു ചെറിയ ഇതിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ചെയ്യണത്. അത് ഒരുപാടൊന്നും ഇട്ട് കൊടുക്കില്ല, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ ബ്രൂഡറിൽ ബൾബില്ലേ, പഴയ ബൾബ്, ചൂട് പറഞ്ഞ ബൾബുണ്ടല്ലോ, എന്തോ ഒരു പേരറിയുന്നത്, ഇൻകാൻഡസ് ബൾബ് അങ്ങനെ എന്തോ ഒരു പേരാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ബൾബിനെ ഒരുപാട് താത്തില്ല, ഒരുപാട് പൊക്കിയും കൊടുക്കില്ല. അതായത് നിങ്ങൾ ഒരു കോഴിക്കുഞ്ഞിൻ്റെ ഇതാണ് എൻ്റെ കോഴിക്കുഞ്ഞിൻ്റെ തലെന്ന് വെച്ചു, ഇത് ഇത്ര ഭാഗത്തിന് വയ്ക്കുക, മനസ്സിലായി? അതൊന്ന് എത്തിയാൽ ഒരു കൊള്ളാം. എന്നിട്ട് നിങ്ങൾ നോക്കുക, കോഴിക്കുഞ്ഞ് ഒരുപാട് ദൂരത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുകളിലോട്ടാക്കുക. കോഴിക്കുഞ്ഞെല്ലാം കൂടെ അടുത്തോട്ടിരിക്കണമെങ്കിൽ കുറച്ച് താത്തി കൊടുക്കുക. അത്രയേ ഉള്ളൂ. അവിടെ കഴിഞ്ഞു. അപ്പം നമ്മൾ മഞ്ഞളമായി, ബ്രൂഡറായി, സംഭവമായി. ഇനി കോഴിക്ക് അസുഖം വന്നാൽ എന്ത് കൊടുക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പിന്നെ കോഴി വസന്ത വരാതിരിക്കും നിങ്ങൾ കൂടി നന്നായിട്ട് വൃത്തിയാക്കുക എന്നുള്ള ഒരൊറ്റ കാരണമല്ലാതെ വേറെ ഒന്നുമില്ല. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ കോഴിക്ക് കഫക്കെട്ട് വന്നാൽ, നമ്മൾ ഈ കഫക്കെട്ട് വന്നിട്ട് ശ്വാസം ഉള്ളിൽ പറഞ്ഞാൽ ഞാൻ എൻ്റെ എല്ലാ കോഴിക്കും ഇങ്ങനെ, ചില കോഴിക്കൊക്കെ ഇങ്ങനെ വരാറുണ്ട്. വന്നു കഴിഞ്ഞാൽ നമുക്ക് കഫ് സിറപ്പുണ്ട്. കഫ് സിറപ്പ് ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇത് തന്നെയാണ് കഫ് സിറപ്പ്. ഇതുള്ള സാധാരണ പിന്നെ ക്യാമറ തിരിഞ്ഞിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നത് സാധാ കഫ് സിറപ്പ് ഇത്രയേ ഉള്ളൂ. കഫ് സിറപ്പിൻ്റെ 3 തുള്ളി. നിങ്ങൾ പാരസെറ്റമോളിൻ്റെ അല്ലെങ്കിൽ പാരസെറ്റമോളിൻ്റെ തന്നെ ഒരു ചെറിയ പീസ്, ഒരു കുഞ്ഞാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കുഞ്ഞു പീസ് പാരസെറ്റമോൾ, പിന്നെ നമ്മൾ മറ്റേ കഫ് സിറപ്പിൻ്റെ 3 തുള്ളി. ഇത് ചാലിച്ചിട്ട് എത്ര കുഞ്ഞാണോ ആ കുഞ്ഞിന് കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കുഞ്ഞാണ് കാണിക്കുന്നുണ്ടെങ്കിൽ പതിയെ മാറ്റിയിട്ട് നിങ്ങൾ ഒബ്സർവേഷൻ ചെയ്യുക, നിങ്ങൾ മരുന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ 24 മണിക്കൂർ നോക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം അവിടെ തന്നെ ഇട്ടേക്കുക. ഇല്ല പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അപ്പുറത്തോട്ട് മാറ്റുക. പിന്നെ ഇനി കോഴിത്തീറ്റ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം തൊട്ട് ഒരു മാസം വരെ ഞാൻ മറ്റേതാണ് സ്റ്റാർട്ടർ തീറ്റ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ സ്റ്റാർട്ടർ തീറ്റയിൽ കുറച്ച് വ്യത്യാസം വരുത്തി ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ അതിനും പറഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് സാധനങ്ങൾ വ്യത്യാസപ്പെടുത്തി ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഒരു 3 ദിവസം സ്റ്റാർട്ടർ തീറ്റയും മഞ്ഞ പൊടിയിട്ട വെള്ളമാണ് നമ്മൾ കൊടുക്കാറുള്ളത്. തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാണ് ഉള്ളതാണ് പതിവ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് വെളിയിൽ ഇറക്കി വിടാനുള്ള നിർവാഹം ഇല്ലാത്തതുകൊണ്ട്, വെളിയിൽ പോയിട്ട് പച്ച ഇലകളെ കൊത്തി തിന്നാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറച്ച് പപ്പായയുടെ ഇല, പിന്നെ നമ്മൾ മറ്റേ പുളിഞ്ചി എന്ന് പറഞ്ഞ ഇല, ഇതാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇല ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്നത്, നോക്കിയും കണ്ടൊക്കെ ഇലകൾ ഉപയോഗിക്കണം. ഇത് രണ്ടും വലിയ പ്രശ്നമില്ല. ഇത് രണ്ടും നിങ്ങളെന്താണ് ഒരു മിക്സിയുടെ ജാറിനകത്ത് ഇടുക. പിന്നെ മിക്സി സുജാത അല്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. എനിക്കിവിടെ ഒരു മിക്സി കത്തിപ്പോയി. അപ്പോൾ അത്രയ്ക്കാണ് സംഭവങ്ങൾ. കുറച്ച് ഗോതമ്പ്, അതായത് നുറുക്ക് ഗോതമ്പാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്ത വലിയ ഗോതമ്പാണെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ജാറിനകത്ത് ഇടുക. മുട്ടയുടെ തോടില്ലേ, മുട്ട പുഴുങ്ങിയിട്ട് എൻ്റെ തോട് ഇതിനകത്ത് ഇടുക. ചെറിയൊരു ഉള്ളിയുടെ പീസ് ഇടുക. പിന്നെ കോഴിത്തീറ്റ നിങ്ങൾ അവസാനം മിക്സ് ചെയ്താലും മതി, കൈ കൊണ്ട് മിക്സ് ചെയ്താലും മതി. ഇത് ഇത്രയും കൂടെ ഇട്ട് നിങ്ങൾ മിക്സ് ചെയ്യുക. ആവശ്യത്തിന് മാത്രം, അന്നുള്ള ആവശ്യത്തിനുള്ള മാത്രം അടിച്ചെടുക്കുക. വൈകിട്ടായി കഴിഞ്ഞാൽ ഇത് കേടായിപ്പോവും. മനസ്സിലായോ? എടുത്തിട്ട് നിങ്ങൾ ഉള്ളിയും മറ്റേ മുട്ടയുടെ തോട് ഇതെല്ലാം കൂടി ഇട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് വെളിയിൽ മിക്സിയിൽ ജാറിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ കോഴിത്തിട്ട് ആവശ്യത്തിന് മിക്സ് ചെയ്യുക. സമാസമം എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ മിക്സ് ചെയ്തൊരു ഏകദേശം ഒരു 10 ദിവസം അടുപ്പിച്ച് ഞാൻ കൊടുക്കും. വലിയ അസുഖങ്ങളൊന്നുമില്ല. മഞ്ഞവെള്ളം ഡെയിലി കൊടുക്കും. അപ്പോൾ ഇമ്മ്യൂണിറ്റി പവർ കൂടും. എനിക്കത് നന്നായിട്ട് അറിയാമെന്നുള്ളതാണ്. കാരണം ഈ മഞ്ഞവെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കൂട്ടിലുള്ള ചെറിയ എന്തെങ്കിലും ഇപ്പോൾ ഇങ്ങനെ അധികം വയ്യാതിരിക്കുന്ന കോഴിയാണെങ്കിൽ പെട്ടെന്ന് റിക്കവർ ചെയ്ത് പറഞ്ഞാൽ ഞാൻ എൻ്റെ കണ്ണുകളിൽ കണ്ടിട്ടുള്ള കേസാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയൊക്കെ തന്നെ. പിന്നെ നിങ്ങൾ കോഴിക്കുഞ്ഞിനെ അടുത്ത് നിങ്ങൾ കൂട്ടിലോട്ട് മാറ്റുന്നതിന് മുമ്പ് നിങ്ങൾ ആ കൂടിൽ നിങ്ങൾ മറ്റേ കുമ്മായം
കുമ്മായം വാങ്ങിച്ച് നന്നായിട്ട് തട്ടി പഴയ കോഴിയുടെ എച്ചിയില്ലേ ഇതെല്ലാം വെളിയിലിട്ട് എടുത്ത് മാറ്റുക. ചിലർ കണ്ടിട്ടുണ്ട് കോഴിയുടെ വെളിയിൽ തന്നെ ഇങ്ങനെ പൊട്ടിച്ചിരിക്കും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മറ്റേ എല്ലാ കോഴിക്കും കൂടെ പണി കിട്ടും. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. കോഴിയുടെ ഇച്ചി മാറ്റി കഴിഞ്ഞാൽ അല്ല തെങ്ങിൻ്റെ മൂട്ടിലോ അല്ല വാഴയുടെ മൂട്ടിലോ കൊണ്ട് അപ്പോഴെ തന്നെ മാറ്റിക്കണം. അല്ലെങ്കിൽ ആർക്കെങ്കിലും പൈസയ്ക്ക് കൊടുത്തോളണം. അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുത്താലും വേണ്ടില്ല, അത് എടുത്ത് മാറ്റിക്കണം. എന്നിട്ട് ഈ കട്ടൻ തറ കാണുമല്ലോ, കട്ടൻ തറയിലും കുറച്ച് കുമ്മായിട്ട് ഒരു 3 ദിവസം അങ്ങനെ ഇട്ടേക്കുക. മനസ്സിലായോ? 3 ദിവസം ഇട്ടിട്ട് നിങ്ങൾ മരപ്പൊടി വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് വിരിച്ചിട്ട് അതിൽ കൊണ്ട് നിങ്ങൾ കോഴിക്കുഞ്ഞിടാം. ഒരു കുഴപ്പമില്ല. ഞാൻ വീട്ടിൽ ഒരു ബ്രൂഡറിൽ ഒരു 15 അല്ലെങ്കിൽ 15 ദിവസം വരെ ഞാൻ ഇട്ടേക്കും കുഞ്ഞിനെ. മഴയൊക്കെ 15 ദിവസം ആണെങ്കിൽ ഒരു വെയിലൊക്കെ ആണെങ്കിൽ 15, അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. മഴയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, ഇങ്ങനെ എല്ലാം ഒതുങ്ങിക്കൂടി നിൽക്കും. പിന്നെ വലിയ കറണ്ട് ബില്ലൊന്നും വരില്ല. അതിൽ